ഹെവി ഫ്ലോ വിച്ച് ഇസ് ലാസ്റ്റിംഗ് ഫോർ 7 days തന്നെ നിൽക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം തന്നെ ഫസ്റ്റ് ഡേ തൊട്ട് ബ്ലീഡ് ചെയ്യുകയാണ്. ചേഞ്ചിങ് ലൈക്ക് ഒരു 2 സെറ്റ് ഓഫ് പാഡ്സ് എന്ന് വെച്ചാൽ പാക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നു. എവറി 2 to 3 hourly പാഡ് നിറഞ്ഞത് കാരണം ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു. ദാറ്റ് ഓൾ അബ്നോർമൽ. സൈക്കിൾ പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക് ടേംസിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു 5 days ബ്ലീഡിങ്, ഡേ 1 തൊട്ട് അങ്ങ് ഹെവി ബ്ലീഡ്, ഒരു നോർമൽ ബ്ലീഡ് ഫ്ലോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു 5 to 6 പാഡ്സ് ചേഞ്ച് ചെയ്യുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് അതൊരു 5th ഡേ വരെ കണ്ടിന്യൂ ചെയ്യുക, ദെൻ സ്ലോ ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക. മാം ഇപ്പോൾ പറഞ്ഞ പോലെ സ്ട്രെസ്സും ഡയറ്റും സ്ലീപ്പ് പാറ്റേണും എല്ലാം നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ വിത്തൗട്ട് മെഡിക്കേഷൻസ് നമ്മൾ ഇതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്താൽ അത് നല്ലൊരു അതായിരിക്കും ഒരു ഫസ്റ്റ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്ത ഒരു യോഗ, മെഡിറ്റേഷൻ, ഒരു ഹെൽത്തി ലൈഫ് നമ്മുടെ പാറ്റേൺ ആയിട്ട് എടുത്തിട്ട് അതിലൊന്നും പറ്റുന്നില്ലെങ്കിൽ മാത്രം ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് മെഡിസിൻസ് എടുത്താൽ മതി എന്നായിരിക്കും ബെറ്റർ ചോയ്സ്. ഓക്കെ മാം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു മെൻസ്ട്രേഷൻ എന്നുള്ളത് ഒരു അതെപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു 1 to 7 days ആണ് എന്നുള്ളത്. പക്ഷെ അതെങ്ങനെയാണ് ഒരു നോർമൽ ഒരു ലെങ്ത് എങ്ങനെയാണ് അത് ഓരോരുത്തർക്ക് വേരി ചെയ്യാറുണ്ടോ? ഏതാണ് നോർമൽ വേഴ്സസ് നോട്ട് നോർമൽ എന്ന് പറയുമ്പോൾ? ഇതിനും ഒരു നോർമൽ സൈക്കിൾ, അബ്നോർമൽ സൈക്കിളിന് നമ്മുടെ ലെങ്ത് വെച്ചിട്ട് നമ്മളങ്ങനെ ഇപ്പോൾ പണ്ടത്തെ കാര്യമൊക്കെ അങ്ങ് മാറി. ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 7 days, ചിലവർക്ക് 14 days ബ്ലീഡ് ചെയ്യും. ആ 14 days ബ്ലീഡ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഡേ 1 അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അവർ പറയുന്നത് ജസ്റ്റ് ഒരു പിങ്കിഷ് ഡിസ്ചാർജ്, അതൊരു 2nd day and 3rd day ഒരു ബ്രൗൺ ഡിസ്ചാർജ് ആയിട്ട് വരും. അത് കഴിയുമ്പോഴാണ് നോർമൽ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് അതിൻ്റെ അകത്തൊരു നോർമൽ ഫ്ലോ ഒരു 3 days ആയിരിക്കും കാണുക. അങ്ങനെ ഹെവി ഫ്ലോ ആയിട്ടൊന്നുമില്ല. ആ ഹെവി ഫ്ലോ ആയിട്ടൊക്കെ ഒരു 3 days കഴിഞ്ഞിട്ട് ദെൻ ഇറ്റ് സ്റ്റോപ്സ്. ബട്ട് അത് അവരുടെ ലൈഫിനെ ഒന്നും ബാധിക്കുന്നില്ല. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 1 to 7 days സൈക്കിൾ പറയുകയാണ്. ആ സൈക്കിൾ പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക് ടേംസിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു 5 days ബ്ലീഡിങ്, ഡേ 1 തൊട്ട് അങ്ങ് ഹെവി ബ്ലീഡ്, ഒരു നോർമൽ ബ്ലീഡ് ഫ്ലോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു 5 to 6 പാഡ്സ് ചേഞ്ച് ചെയ്യുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് അതൊരു 5th ഡേ വരെ കണ്ടിന്യൂ ചെയ്യുക, ദെൻ സ്ലോ ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക. ദിസ് ഇസ് ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ 28 days സൈക്കിൾ പറഞ്ഞതുപോലത്തെ ഒരു ഇതായിട്ട് പോവുകയാണെങ്കിൽ ഇതാണ് നമുക്ക് നോർമൽ എന്ന് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരു ആദ്യത്തെ 2 പ്രാവശ്യം ഒരു ഇച്ചിരി സ്പോട്ടിങ് വന്നിട്ട് പിന്നെ ഒരു 3 ഡേ ബ്ലീഡ് ചെയ്ത് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നതും ഇതും നോർമലാണ്. അണ്ടർസ് ആൻഡ് അതർവൈസ് അവരുടെ ആ ഒരു സ്പോട്ടിങ് എന്ന് വെച്ചാൽ ഫസ്റ്റ് തുടങ്ങുന്ന സ്പോട്ടിങ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡേ 1 and day 2 സ്പോട്ടിങ് കഴിഞ്ഞു, ആൻഡ് ദെൻ ദേ ആർ നോട്ട് ഗെറ്റിംഗ് പീരീഡ്സ് ഫോർ ഒരു 5 days. മനസ്സിലായില്ലേ? സ്പോട്ടിങ് കണ്ടു, അത് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം ഒന്നും ബ്ലീഡ് ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 7th ഡേ തൊട്ട് ദേ സ്റ്റാർട്ടഡ് എ ഹെവി ബ്ലീഡിങ്, അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ സ്പോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ദാറ്റ് ഇസ് അബ്നോർമൽ. കാരണം എല്ലാ പീരീഡ്സും നമ്മുടെ എൻഡോമെട്രിയമാണ് ഷെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ മെൻസ്ട്രേഷന്റെ ടൈമിൽ. അപ്പോൾ എൻഡോമെട്രിയം ഷെഡ് ചെയ്യുമ്പോൾ ദേ വോണ്ട് സ്റ്റാർട്ട് ലൈക്ക് ഫുൾ അങ്ങ് ബ്ലീഡ് ചെയ്യൂ എന്ന് പറഞ്ഞല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് സ്ലോലി ഓൺലി. അപ്പൊ ആദ്യത്തെ ഒരു 2 ഡേ കുറച്ച് ബ്ലീഡിങ്ങേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നോർമൽ ഫ്ലോ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഫ്ലോ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ബട്ട് ഇതേപോലെ ആദ്യത്തെ ഒരു ഹെവി ഫ്ലോ വിച്ച് ഇസ് ലാസ്റ്റിംഗ് ഫോർ 7 days തന്നെ നിൽക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം തന്നെ ഫസ്റ്റ് ഡേ തൊട്ട് ബ്ലീഡ് ചെയ്യുകയാണ്. ചേഞ്ചിങ് ലൈക്ക് ഒരു 2 സെറ്റ് ഓഫ് പാഡ്സ് എന്ന് വെച്ചാൽ പാക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നു. എവറി 2 to 3 hourly പാഡ് നിറഞ്ഞത് കാരണം ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു. ദാറ്റ് ഓൾ അബ്നോർമൽ. അതെന്തായാലും അബ്നോർമൽ ആണ്. കാരണം അത്രയും ബ്ലീഡിങ് കോസ് ചെയ്താൽ അനീമിയയിലോട്ട് പോകും. പിന്നെ എന്തെങ്കിലും ഒരു പെത്തോളജി ഇല്ലാതെ ഇത്രയും ബ്ലീഡിങ് എന്നുവെച്ചാൽ യൂട്രസിനോ അല്ലെങ്കിൽ ഓവറിക്കോ ഓർ ലൈക്ക് നമ്മുടെ വേറെ ഏതെങ്കിലും ഓർഗൻ, ക്യാൻ ബി തൈറോയിഡ് ആകാം, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി പ്രോബ്ലം ആകാം, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇല്ലാതെ അതങ്ങനെ ബ്ലീഡ് ചെയ്യില്ല. അപ്പം അതാണ് അതാണ് മെയിൻ ആയിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഹിസ്റ്ററി ചോദിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതറിഞ്ഞാലേ നമുക്കത് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് തന്നെ ആയിരിക്കും ഒരു ഏർലി വാർണിംഗ് സൈൻ ആയിട്ട് നമുക്ക് അതെ. കാരണം ഇപ്പൊ തന്നെ ചിലവർ വന്ന് പറയും, മാം റെഗുലർ ആയിരുന്നു പീരീഡ്സ് എനിക്ക്, ഇപ്പോഴാണ് ആ ഹെവി ബ്ലീഡിങ് തുടങ്ങിയത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല, ഒരു 6 months മുന്നേ പീരീഡ്സ് ഇങ്ങനെ സ്പോട്ടിംഗ് ആയിട്ട് മാത്രം വരുമായിരുന്നു, സ്കാൻറ്റി ആയിട്ട് മാത്രം. സ്കാൻറ്റി മെൻസ്ട്രേഷൻ ഒരു ടേം ഉണ്ട് എന്ന് പറഞ്ഞാൽ പാഡ് ഒന്നും യൂസ് ചെയ്തേണ്ടി വരത്തില്ല. ബട്ട് കറക്റ്റ് ഡേറ്റിന് വരും. ലാസ്റ്റ് October 28 വന്നതെങ്കിൽ ഈ പ്രാവശ്യം സെപ്റ്റംബർ
25 to 28 വരും. ഉം. പക്ഷെ സ്കാൻഡി മെൻസ്ട്രേഷൻ ആയിരിക്കും. ഓക്കെ. അങ്ങനെ അത് പക്ഷെ റെഗുലർ ആയിരുന്നു അങ്ങ്. ആ. ബട്ട് അതൊരു റെഗുലാരിറ്റി ആണോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഇത്രയും ദിവസം ഇത്രയും മാസങ്ങൾ മുമ്പ് നോർമലായിട്ട് വന്നുകൊണ്ടിരുന്ന ആൾക്ക് ഒരു സ്കാൻഡി മെൻസ്ട്രേഷൻ വന്നു. അപ്പൊ നമ്മൾ അവിടം തൊട്ടേ നോക്കേണ്ടി വരും. ഓക്കെ. എന്തുകൊണ്ട് ആ ടൈമിൽ Something സ്കാൻഡി is വന്നു. off. സംതിങ് ഇസ് ഓഫ്. അപ്പോ ഒരു ഫസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ പറയുമ്പോൾ എന്തായാലും ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട് ആയിട്ട് നമ്മൾ പറയും. ഉം. പിന്നെ മെയിൻലി ഒരു ഇറഗുലർ പീരീഡ്സ് വരുന്ന ആൾക്ക് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഓക്കെ. ഒന്നാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്നത്. ഉം. ബിക്കോസ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ടും പിന്നെ ഹീമോഗ്ലോബിൻ അത് Okay. ഒരു മേജർ ഫാക്ടർ ആണ്. Okay. ബിക്കോസ് ഹീമോഗ്ലോബിൻ കുറഞ്ഞിരുന്നാലും ഉം. ആദ്യത്തെ ഒരു 8 or 9 ഹീമോഗ്ലോബിൻ വരുന്ന ആൾക്ക് നമ്മൾ വിചാരിക്കുക എന്തായിരിക്കും, ഉം. അവർക്ക് സ്കാൻഡി മെൻസ്ട്രേഷൻ വരുമെന്നായിരിക്കും. ഉം. ബട്ട് ബോഡി അതിന്റെ ഒരു റിവേഴ്സ് എഫക്റ്റ് ആയിട്ട് അവർക്ക് ഒരു ഹെവി ബ്ലീഡിങ് കോസ് ചെയ്യും. Crossing. പിന്നെ അവർക്ക് ആ ഒരു ഹെവി ബ്ലീഡിങ് വിൽ ബി ലൈക്ക് ഒരു 7 days. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവരുടെ ഒരു ഹീമോഗ്ലോബിൻ ഒന്ന് വരും. ഉം. ദെൻ ദിസ് വിഷ്യസ് സൈക്കിൾ വിൽ കണ്ടിന്യൂ. ഉം. അപ്പൊ അങ്ങനെ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺ നമുക്ക് ഈ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ അറിയാൻ പറ്റും. അറിയാം. പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കിയാൽ എന്തെങ്കിലും ത്രോംബോസൈറ്റോപീനിയ പോലത്തെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ disorders. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇസ് തൈറോയിഡ്. Okay. ബിക്കോസ് തൈറോയിഡ് ഒരു മേജർ ഫാക്ടർ ആണ് പ്ലേ ചെയ്യുന്നത്. നമ്മുടെ മെറ്റബോളിക് ഹോർമോൺ തന്നെയാണ് നമ്മൾ തൈറോയിഡിനെ പറയുന്നത്. ഉം. സോ തൈറോയിഡിന്റെ ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും അത് പ്രശ്നങ്ങളാണ്. പ്രശ്നമാണ്. ഉം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ മേ ബി ഇവർ വിചാരിക്കുന്നത് എന്റെ യൂട്രസിന്റെ പ്രോബ്ലം ആണ്, എന്റെ ഓവറിയുടെ പ്രോബ്ലം ആണ്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് എ ഫാക്ട് ദാറ്റ് ആ തൈറോയിഡ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി എല്ലാം നോർമൽ ആകാൻ വേണ്ടിയിട്ട്. Okay. നെക്സ്റ്റ് ഇസ് ഫിലാക്ടൻ. നേരത്തെ പറഞ്ഞ പിറ്റ്യൂട്ടറി എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഉം. ഒരു കാര്യം മെയിൻലി വിട്ടുപോയി, ഏത് ഏജ് ആണെങ്കിലും ഉം. ഒരു അബ്നോർമൽ പീരീഡ് ആയിട്ട് വന്നാൽ ഫസ്റ്റ് ഡു എ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് എന്നാണ്. പറയുന്നത് അതെ, standard അതിപ്പോ ആയിട്ട് പറയുന്നത്. മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നൊന്നും നോക്കില്ല. ഇല്ല. ഫസ്റ്റ് ഡു എ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്. Okay. അത് നെഗറ്റീവ് ആകുമ്പോഴായിരിക്കും ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ളതിലോട്ട് വരിക. പോവുക. Okay. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള പലർക്കുള്ള ഡൗട്ടായിരിക്കും, ആ ഒരു മെനാർക്ക് തൊട്ട് ഒരേ പാറ്റേണില് മെൻസ്ട്രൽ സൈക്കിൾ പോകുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോ ചിലർ പറഞ്ഞ് കേൾക്കാറുണ്ട്, ഒരു 25 കഴിഞ്ഞപ്പോ എന്റെ മെൻസ്ട്രൽ സൈക്കിൾ ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി, എനിക്കിപ്പോ പണ്ടത്തെ പോലെ ബ്ലീഡിങ് ഇല്ല. അല്ലെങ്കിൽ ചിലപ്പോ അവർക്ക് പെയിൻഫുൾ ആയിരിക്കും, പക്ഷെ അത്രയും അതിനനുസരിച്ചുള്ള ഒരു സൈക്കിൾ ബ്ലീഡിങ് ആ ഒരു ഫ്ലോ കാണുന്നില്ല. ചിലപ്പോ ബ്ലീഡിങ് ഉണ്ടാവും, പക്ഷെ കംപ്ലീറ്റ്ലി നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ബാക്ക് പെയിൻ, അബ്ഡോമിനൽ പെയിൻ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല എന്ന് പറയും. അപ്പോ ഈ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചിലർക്ക് പ്രഗ്നൻസി കഴിഞ്ഞ മെൻസ്ട്രൽ പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ശരിക്കും കാര്യമുണ്ടോ? അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഉണ്ടാവാറുണ്ട്. ബട്ട് ഈ ഓരോ ഏജ് ഗ്രൂപ്പിനെക്കാളും മെയിൻലി അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ മെനാർക്കി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പൊ മെനാർക്കി നമ്മൾ നോർമലി അറ്റൈൻ ചെയ്യുന്നത് ഒരു 10 to 13 ഇയേഴ്സ്. പണ്ടൊക്കെ 10 അല്ലായിരുന്നു, ഒരു 12 to 13 ആണ്. ഇപ്പോ ഏർലി മെനാർക്കി ആണ് കണ്ടുവരുന്നത്. സോ എന്നാലും മെനാർക്കി അറ്റൈൻ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് കുട്ടികൾ ഒരു 6th or 7th അത്രയ്ക്ക് ടെൻഷൻ ഇല്ല, വർക്ക് ലോഡ് ഇല്ല, പഠിത്തത്തിന്റെ ഇതില്ല, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ ഒരു 10 അതിന്റെ സ്ട്രെസ്. കാരണം ഇപ്പൊ സ്കൂൾ എന്ന് പറയുമ്പോഴേ എൻട്രൻസ് എക്സാമിനേഷൻ, മെഡിക്കലിൽ പോകുന്നു, എഞ്ചിനീയറിംഗ് പോകുന്നു. അതെ, ഹെക്ടിക് ആണ്, ലൈഫ് ഹെക്ടിക് ആണ്. അത് ലൈഫ് പഠിത്തത്തിന്റെ കാര്യം ഹെക്ടിക് ആകുമ്പോൾ തന്നെ സ്ലീപ്പ് പാറ്റേൺ, സ്ട്രെസ് അതെല്ലാം വരും. സോ അതെല്ലാം ഒരു ഒരു ഹെവി ബേർഡൻ ആണ് ആ കുട്ടികളുടെ കൊടുക്കുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് ആ ഹെവി ബേർഡൻ കൊടുക്കുന്നതുകൊണ്ട് അത് ബോഡിയിലെ ഹോർമോൺസിനെ അത് എഫക്ട് ചെയ്യും. ഇപ്പൊ തന്നെ കൂടുതൽ ഞങ്ങൾക്ക് ഈ നീറ്റ് എക്സാമിന്റെ നമ്മുടെ PG UG എല്ലാം ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പം ആ ഒരു സമയത്തിൽ വന്ന പേഷ്യന്റ് ലോഡ് മാക്സിമം അത് തന്നെയായിരുന്നു. ഈ ഒരു കംപ്ലൈൻസ് ഇറഗുലർ പീരിയഡ്സ് ചോദിക്കുമ്പോൾ ലാക്ക് ഓഫ് സ്ലീപ്പ്, വെയിറ്റ് ഗെയിൻ വരുന്നു ബിക്കോസ് ഓഫ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. പഠിക്കാൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, ആൻഡ് അമ്മ കൊണ്ട് കൊടുക്കുകയും ചെയ്യും കഴിക്കാൻ വേണ്ടിട്ട്. ആൻഡ് മാക്സിമം ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ ആർ നോട്ട് സ്റ്റേയിങ് അറ്റ് ഹോം, ഹോസ്റ്റലിലോ. പിന്നെ സ്ട്രെസ് ഈറ്റിംഗ് എന്തായാലും കാണുമല്ലോ. അപ്പം മെയിൻലി അതൊക്കെ കാരണമാണ് ആ ഒരു ടൈമിൽ പീരീഡ്സ് ഇറഗുലാരിറ്റി വരുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളിപ്പോ ഇത് സൈക്കോളജിക്കൽ ആണ്, ഫങ്ഷണൽ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയണോന്നല്ല. ബട്ട് അതിനാണ് ആ മെൻസ്ട്രൽ കലണ്ടർ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ട്രാക്ക് ചെയ്ത് ഓക്കെ ആവുകയാണെങ്കിൽ ദെൻ യു ഗോട്ട് ദ കോസ്. അതായിരുന്നു അവരുടെ കോസ്. ഇല്ല എന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ബാക്കി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്, വേറെ എന്തെങ്കിലും അണ്ടർലൈൻ പ്രോബ്ലംസ് ഉണ്ടോ എന്ന്. പിന്നെ ശ്രുതി ചോദിച്ച പോലെ 25 ഏജ് എന്നൊക്കെ പറയുമ്പോൾ നോട്ട് ലൈക്ക് ദാറ്റ്. 25 ആ ഒരു ടൈമിങ്ങിലല്ല.
പ്രഗ്നൻസി അതെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഇപ്പം 25-ലൊക്കെ കണ്ടുവരുന്ന ഇപ്പം പെയിൻ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെതായിട്ട് പറയാണ് ചോക്ലേറ്റ് സിസ്റ്റ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി മെൻസ്ട്രൽ ബ്ലഡ് എന്താ സംഭവിക്കുന്നത്, താഴോട്ടാണ് വരുന്നത്. ബട്ട് ചില ആൾക്കാർക്ക് റിട്രോഗ്രേഡ് ഫ്ലോ ഉണ്ടാകും. അപ്പോൾ റിട്രോഗ്രേഡ് ഫ്ലോ ഉണ്ടാകുമ്പോൾ ഈ ബ്ലഡ് ഇറ്റ് ക്യാൻ എൻഡർ ദ യൂട്രസ് എന്ന് വെച്ചാൽ യൂട്രസിന്റെ മസിൽസിൽ കയറാം. അതിനെ നമ്മൾ അഡനോമയോസിസ് എന്ന് പറയും. അതല്ലാതെ ഫെലോപ്പിയൻ ട്യൂബ് വഴി സ്പില്ലേജ് നടന്നിട്ട് ക്യാൻ റീച്ച് ദ ഓവറി അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനോ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഈ ബ്ലഡ് ചെന്ന് അടിഞ്ഞിരിക്കും. അപ്പോൾ ഓരോ ടൈം മെൻസ്ട്രേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ അകത്തും ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടാകും. ദാറ്റ് വിൽ കോസ് ട്രെമൻഡസ് ഒരു നല്ല പെയിൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അൾട്രാസൗണ്ട് എടുത്തു നോക്കുമ്പോൾ ഓവറിയിൽ സിസ്റ്റ് വരണമെന്നില്ല, അല്ല ബാക്കി എല്ലായിടത്തും ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരുന്നാലും അതേപോലെ പെയിൻ വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മെഡിക്കൽ ആൻഡ് ഹോർമോണൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. ബാക്കിയെല്ലാം റൂൾ ഔട്ട് ചെയ്ത് ദർ ഇസ് നോ അതർ പെയിൻ കോസ്, ഇതാണ് എൻഡോമെട്രിയോസിസ് തന്നെയാണ് കോസ് ചെയ്യുന്നതെങ്കിൽ അതിനായിട്ട് മാനേജ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് നമ്മളിപ്പോൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആണ്, ജസ്റ്റ് ന്യൂലി മാരീഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ പറയും അവരടുത്ത് പ്ലീസ് ട്രൈ ടു കൺസീവ് ക്വിക്ലി ആസ് പോസിബിൾ. ബിക്കോസ് എൻഡോമെട്രിയോസിസ് വന്നു കഴിഞ്ഞാൽ ഇറഗുലർ പീരീഡ്സ് മാത്രമല്ല അഡിഷൻസ് കോസ് ചെയ്യാം ആൻഡ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ അങ്ങനെയുള്ള സംഭവമുണ്ട്. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് ഇറഗുലർ പീരീഡ്സ് നമ്മളിപ്പോൾ ടീനേജേഴ്സിൽ കണ്ടുവരുന്ന PCOD ഉണ്ട്. അതൊരു വലിയ ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് തന്നെയായിട്ട്. പിന്നെ ഇപ്പോ ലൈക്ക് പ്രഗ്നൻസി കഴിഞ്ഞ് വരുന്നത് പറയുന്നത് അതും ഒരു ഫാക്ടർ ഓഫ് സ്ട്രെസ് തന്നെയാണ്. ആൻഡ് ദെൻ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിടത്തോളം ഇഫ് യു ആർ ബ്രസ്റ്റ് ഫീഡിങ് കറക്റ്റ്ലി എന്ന് വെച്ചാൽ ഒരു മോർണിംഗ് തന്നെ ഒരു 6 to 7 ടൈംസ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്, നൈറ്റും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു മോം ആണെങ്കിൽ ലാക്ടേഷണൽ എമിനോറിയ എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് എത്രത്തോളം, അതെ 6 months എന്ന് മാത്രമല്ല, ഇറ്റ് ക്യാൻ ഗോ അപ് ടു 1 year 1.5 years നല്ല ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്ന മോമാണെങ്കിൽ ലാക്ടേഷണൽ അമിനോറിയ വരെ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓവുലേഷൻ നടക്കുന്നില്ല എന്നല്ല, പീരീഡ്സ് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് പീരീഡ്സ് വരുന്നില്ല എന്ന് വെച്ച് കോൺട്രസെപ്ഷൻ എടുക്കാതിരിക്കരുത്. യു ക്യാൻ ഗെറ്റ് കൺസീവ് ഡ്യൂറിങ് ദിസ് ടൈം പീരീഡ് ബിക്കോസ് ഓവുലേഷൻ നടക്കും. എൻഡോമെട്രിയം ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് പീരീഡ്സ് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ആ ഒരു ഫ്ലക്ച്വേഷൻസ് വരുമ്പോഴേക്കും പീരീഡ്സിന്റെ റെഗുലാരിറ്റി ആഫ്റ്റർ ചൈൽഡ് ബർത്ത് കാണും. ആ ഹോർമോൺസ് ഒക്കെ ഒന്ന് സ്റ്റഡി ആയിട്ട് വരാൻ ടൈം എടുക്കും. ബട്ട് ലൈക്ക് ഒരു 2 to 3 years ടൈമില് ബേബി ഗ്രോ ചെയ്ത് അതെ ബാക്ക് ടു നോർമൽ വരും. ഇതുപോലെ തന്നെ അൺലെസ് ഈ പ്രഗ്നൻസിയുടെ സമയത്ത് വരുന്ന തൈറോയിഡ് ഒക്കെ അത് പ്രഗ്നൻസി കഴിഞ്ഞിട്ടും കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ഏജ് റിലേറ്റഡ് ഇപ്പോ 40+ ഒക്കെ ആകുമ്പോൾ ക്ലൈമാക്ട്രിക്കിലോട്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് മെനോപോസിന്റെ സിംറ്റംസ്. സോ അത് ആ ഒരു ചേഞ്ച് തന്നെ വരികയാണ്. പിന്നെ മാമിന്റെ ഒരു ഈ ഒരു വർക്കില് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും മെൻസ്ട്രൽ സൈക്കിളിന് റിലേറ്റഡ് മിത്സ് മാമിന് കറക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ കേട്ട് മാം എങ്ങനെയാണ് അത്? അത് ആക്ച്വലി മെയിൻലി പറയാൻ, ഞാനിപ്പോ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ല, എന്റെ MBBS and MS ടൈമിലായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷീ ലൈക്ക് ഹോസ്റ്റലിൽ ഇരിക്കുമ്പോഴേക്കും പുള്ളിക്കാരി പീരീഡ്സിന്റെ ടൈമില് നമുക്ക് വീട്ടിലോട്ടൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ പീരീഡ്സിന്റെ ടൈമിൽ വീട്ടിൽ പോകത്തില്ല. എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയാൽ തറയിലേ കിടത്തത്തുള്ളൂ. റിലീജിയസ് റീസൺസ് ആണോ അത് എന്താ കസ്റ്റം എന്ന് എനിക്കറിയില്ല. മലയാളി തന്നെയാണ്, ബട്ട് ഓൾ ത്രൂ ഔട്ട് കേരള അതിന് ചേഞ്ചസ് ഉണ്ടാകാം. മേ ബി റിലീജിയസും ആയിരിക്കാം. അപ്പോ കട്ടിലിൽ കിടക്കാൻ പാടില്ല, തറയിലേ കിടക്കാൻ പാടുള്ളൂ. ഡ്രസ്സെങ്കിൽ തന്നെ പുതിയതായിട്ടൊന്നും ഇടാൻ പാടില്ല. ബട്ട് അതിന്റെ ഒരു സൈഡ് ഇത് നോക്കുകയാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പണ്ട് കാലത്ത് ഇത് നമുക്ക് പണ്ടേ പറഞ്ഞു തന്നത് നമ്മുടെ ജനറേഷൻ ഇത് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ സയന്റിഫിക് റീസൺസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാതെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ മെയിൻലി പണ്ടുള്ളവർക്ക് പാഡ് എന്നൊരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അവരൊന്നീ തുണി കെട്ടി വയ്ക്കുകയോ അങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ബെഡിൽ കിടക്കുമ്പോഴോ മുകളിൽ കിടക്കുമ്പോഴോ ആ ഒരു കസ്റ്റം ഉണ്ട്. ബട്ട് ഇപ്പൊ നമ്മൾ പാഡ് ഉണ്ട്, കപ്പുണ്ട്, അങ്ങനത്തെ എന്തെല്ലാം തിങ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു സ്റ്റെയിനിങ്ങിന്റെ ആയിരിക്കാം എന്നാണ് എനിക്ക് ഇഷ്യൂ തോന്നുന്നത്. ഇനി തറയിൽ കിടന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിന് ഒരു കമന്റ് ഇല്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ മിത്ത്. സോ അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് അത് ഞാൻ പ്രോംപ്റ്റ് ചെയ്യത്തുമില്ല ആരെയും. ബിക്കോസ് പീരീഡ്സിന്റെ സമയത്ത് യു ഹാവ് ടു ബി കംഫർട്ടബിൾ. ഒരു വിമൻ പോകുന്ന ഒരു ലേബർ പെയിൻ പോലെ അല്ലെങ്കിലും പീരീഡ്സിന്റെ ടൈമില് വരുന്ന പെയിൻ എന്ന് പറയുന്നത് നല്ലൊരു പെയിൻ ആണ്. ബിക്കോസ് ആ എൻഡോമെട്രിയം ഷെഡ് ഓഫ് ചെയ്യുന്ന പെയിൻ ആണ്. ലൈക്ക് നമ്മുടെ സ്കിൻ
ഒന്ന് മുറിയുമ്പോൾ നമുക്ക് എന്ത് പെയിൻ ആണോ വരുന്നത്, യൂട്രസിന്റെ ലൈനിങ് ആണ് അത് പോകുന്നത്. അതാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ബട്ട് എനിവേ ലൈക്ക് ഇപ്പോ ലാസ്റ്റ് 2 weeks മുമ്പാണ് കർണാടക ഗവൺമെന്റ് അനൗൺസ് ചെയ്തത് 12 days മീൻ 1 day per month ലീവ് എടുക്കാം ഇപ്പൊ മെൻസ്ട്രേഷന്റെ ടൈമിൽ. ദാറ്റ്സ് ആക്ച്വലി എ ഗുഡ് ഇനിഷ്യേറ്റീവ്. അതെല്ലാ ലൈക്ക് സ്റ്റേറ്റ്സും സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ലീവ് വേണം. പീരീഡ്സ് എന്ന് പറയുമ്പോൾ ലീവ് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഒരു പീരീഡ്സിനൊക്കെയാണോ? അതെ, എല്ലാവർക്കും വരുന്നില്ല. എന്റെ അമ്മയ്ക്കുണ്ടല്ലോ, എന്റെ അമ്മൂമ്മയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, അവരൊന്നും ലീവ് എടുത്തില്ലല്ലോ എന്നുള്ളത്. അത് ഓരോരുത്തർക്ക് വരുന്നത് ഓരോ സൈക്കിളാണ്. ആൻഡ് പെയിൻ ഓരോരുത്തർ പെർസീവ് ചെയ്യുന്നതും ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അപ്പം അതും ഒന്ന് റെഗുലറൈസ് ചെയ്യണം എന്നുണ്ട്. പിന്നെ പീരീഡ്സിന്റെ ടൈമിൽ കൂടുതലായിട്ട് ഈ സ്ട്രെസ് എടുക്കുക. നമ്മൾ ഈ നമ്മൾ ആഡൊക്കെ കണ്ടിട്ടുണ്ട്, വിസ്പറിന്റെ ആഡിന്റെ സമയത്ത് ലൈക്ക് ഓടാൻ ചാടാൻ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള വർക്ക് ഒക്കെ ചെയ്തോളൂ, ബട്ട് ഡോണ്ട് ഓവർ എക്സേർട്ട് യുവർ സെൽഫ്. അതെ, അതൊരു ഈ പറഞ്ഞ പോലെ മെൻസ്ട്രൽ സൈക്കിൾ, ആ ഒരു മെൻസ്ട്രേഷൻ സമയത്ത് എക്സസൈസ് ചെയ്യുന്നത് പാടില്ല എന്നും. നോട്ട് എവറി എക്സസൈസസ്, യു ക്യാൻ ഡു എക്സസൈസസ്, ബട്ട് ലൈക്ക് ചില എക്സസൈസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അത് യോഗയില് അവരും ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പറയുന്നതാണ്. നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യുമ്പോൾ ഡ്യൂറിങ് മെൻസ്ട്രേഷൻ അറ്റ്ലീസ്റ്റ് ആ ഹെവി ഫ്ലോ അല്ല, നോർമൽ ഫ്ലോ നടക്കുന്ന ടൈമിൽ ആ അബ്ഡോമിനൽ ബ്രീത്തിങ് എക്സസൈസസ് കൂടുതൽ ചെയ്യാതെ നോക്കാനും. ഇറ്റ് ക്യാൻ പ്രോംപ്റ്റ് റിട്രോഗ്രേഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പ്രൂവൺ അല്ല, നോട്ട് പ്രൂവൺ ഓർ എനിത്തിങ്, ബട്ട് നോർമൽ മൈൽഡ് എക്സസൈസസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. നോർമലി വാക്കിംഗ് അറൌണ്ട് അങ്ങനെയൊക്കെ. ബട്ട് ഹെവി ഡ്യൂട്ടി വർക്ക് ആ ടൈമിൽ ചെയ്യാതിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. മെയിൻലി ഫോർ ദ ഹെൽത്ത് കൺസേൺ ആണ്. കാരണം ബ്ലീഡ് ചെയ്യുകയാണ്. അങ്ങനെ ആ മെൻസ്ട്രൽ ബ്ലഡ് പുറത്തു വരുമോ അതൊന്നും അല്ല കൺസേൺ, ബട്ട് ഒരു റെസ്റ്റ് കിട്ടിയാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. ഫോർ അത് കഴിഞ്ഞിട്ടുള്ള ടൈമിലും ഇപ്പോൾ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ കുറച്ചൊന്ന് ഓവർ എക്സേർട്ട് ചെയ്യാതെ നോർമൽ വർക്ക് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മേ ബി തേർഡ് ആൻഡ് ഫോർത്ത് ഡേ ഷീ വിൽ ബി ലൈക്ക് ഫുള്ളി റെഡി ടു വർക്ക് ലൈക്ക് ബിഫോർ. അങ്ങനെയാണ്. പിന്നെ ഈ സമയത്ത് നമ്മുടെ പീരീഡ്സിന്റെ സമയത്ത് കുറച്ച് ബോഡി എല്ലാം ഹോർമോൺസിന്റെ ഇതെല്ലാം കാരണം കുറച്ചൊന്ന് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പം കഴിക്കുന്ന ഫുഡും അതിനനുസരിച്ച് ഹെൽത്തി ആയിട്ടായാൽ നല്ലതായിരിക്കും. അപ്പൊ മാമിനോട് ചോദിച്ചാല് ഒരു ബെറ്റർ മെൻസ്ട്രൽ ഹെൽത്ത് എന്നുള്ള ഒരു ടേം, അങ്ങനെ ഒരു ടേം അല്ല, പക്ഷെ എന്നിരുന്നാലും മാമിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? കുറച്ച് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് വരുത്തിയാൽ നമുക്കൊരു ബെറ്റർ മെൻസ്ട്രൽ ഹെൽത്ത് കിട്ടും, അങ്ങനെ മാമിനോട് ചോദിച്ചാൽ? അങ്ങനെ ചോദിച്ചാൽ മെയിൻലി എനിക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറയേണ്ടത് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് എന്നുള്ളതാണ്. എന്നെ ഇൻക്ലൂഡ് ചെയ്ത് ലൈക്ക് ഞാൻ ആസ് എ വുമൻ അത് ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നതാണ്. ലൈക്ക് നമുക്ക് ഇപ്പൊ ഒരു ആണുങ്ങള് ജിമ്മിൽ പോകും രാവിലെ. അവർക്ക് മേ ബി ഒരു വർക്ക് ടൈം അവരുടെ രാവിലെ ജിമ്മിൽ പോവുക, തിരിച്ചു വരിക, വർക്കിന് പോവുക, അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് വന്ന് ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോവുക, എന്തെങ്കിലും ഒരു ആക്റ്റീവ് ലൈഫ് ഉണ്ട്. ബട്ട് ഫീമെയിൽസിന് അങ്ങനത്തെ ഒരു ആക്റ്റീവ് ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കമ്പാരിറ്റീവ്ലി ഇല്ല. രാവിലെ ഇപ്പോ ലൈക്ക് ഒരു വർക്കിംഗ് വിമൻ ആണ് ആൻഡ് ടു ബി ഒരു മദറും കൂടെ ആണെങ്കിൽ അതിന് എന്തായാലും രാവിലെ കുഞ്ഞിനെ നോക്കുക, അത് കഴിഞ്ഞിട്ട് വർക്കിന് പോവുക, തിരിച്ചു വരിക, കുഞ്ഞിനെ നോക്കുക എന്നുള്ള ഒരു സൈക്കിൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ആ ഒരു ടൈമിങ്ങിലും ലൈക്ക് സ്വന്തം ഹെൽത്ത്, മെൻസ്ട്രൽ ഹെൽത്ത് എന്ന് മാത്രമല്ല, ബിക്കോസ് ഇഫ് യു ആർ ഹെൽത്തി ദെൻ യുവർ മെൻസ്ട്രൽ സൈക്കിൾ വിൽ ബി റെഗുലർ ആസ് യൂഷ്വൽ. അത് മെൻസ്ട്രൽ സൈക്കിളിന്റെ പരം ലൈക്ക് തൈറോയിഡോ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതെല്ലാം റിക്കവർ ചെയ്യാൻ പറ്റും ഇഫ് യു ആർ ഹെൽത്തി, ഇഫ് യു ആർ ഈറ്റിംഗ് ഹെൽത്തി, അങ്ങനെയൊക്കെ. അപ്പം ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അത് ലൈക്ക് ഫോർ ദ സെയിം ഫോർ ബോത്ത് ദ ജെൻഡേഴ്സ്. വർക്ക് ഒന്ന് ലൈഫ് ഇപ്പൊ യോഗയാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമെങ്കിൽ യോഗ ചെയ്യുക, ഓർ ലൈക്ക് ദ മിനിമം 30 minutes ഓഫ് ബ്രിസ്ക് വാക്കിംഗ് എവറി ഡേ. ഒന്ന് കൈയൊക്കെ വീശി അങ്ങ് നടക്കുക. അതും വീട്ടിന്റെ അകത്തെല്ലാം പുറത്ത് നടന്നാൽ അത്രയ്ക്ക് ആ ഫ്രഷ് എയറും അതൊക്കെ കിട്ടും. സോ അതൊക്കെ ആയിരിക്കും ബെറ്റർ. പിന്നെ ഇത് പറയുന്നതിന്റെ മെയിൻ തിങ് വേറൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പാഡ് യൂസ് ചെയ്യുന്നത് ഒക്കെ. ആ ടൈമിൽ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോൾ എല്ലാരും കാണപ്പെടുന്നതാണ്, നമ്മൾ എപ്പോഴാണോ പാഡ് ഫുൾ ആകുന്നത് ആ സമയത്തേ ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പം അത് യഥാർത്ഥത്തിൽ ഈ പാഡിലൊക്കെ പറയുന്നത് അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് കെമിക്കൽസ് ആണ്. സോ ആ കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ, ആ കെമിക്കൽസിന്റെ കൂടെ ഈ ബ്ലഡിന്റെ അകത്ത് ഇറ്റ് കണ്ടെയ്ൻസ് ബാക്ടീരിയ. അപ്പൊ അതുകൊണ്ട് അതൊരു മീഡിയം ആണ് ആകുന്നത്. സോ ഒരു
ഇപ്പൊ പീരീഡ്സിന്റെ ബ്ലീഡിങ് അതിൻ്റെ അകത്ത് ഫുൾ ആയില്ലെങ്കിൽ കൂടെ എവറി 3 to 4 hours മാക്സിമം 4 hours കഴിയുമ്പോൾ പാഡ് മാറ്റുന്നതാണ് നല്ലത്. ആൻഡ് പാഡ് യൂസ് ചെയ്യുകയാണെങ്കിലും കോട്ടൺ പാഡ്സ് യൂസ് ചെയ്യുക. ആൻഡ് ഇപ്പോ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് മെൻസ്ട്രൽ കപ്പാണ്. പക്ഷേ മെൻസ്ട്രൽ കപ്പാണെങ്കിലും അവരൊരു 12 അവർ ഇല്ല, മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും 12 അവർ വെക്കണമെന്ന് ആരും പറയില്ലല്ലോ. പറയില്ല. ഇല്ല, മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും 6 to 7 hours ചേഞ്ച് Maximum. ചെയ്യണം. ഇത് മെൻസ്ട്രൽ കപ്പാണോ പാഡാണോ എന്ന് ചോദിക്കാൻ കാരണം ആ പാഡിന്റെ ആ യൂസ് ചെയ്യുന്ന കെമിക്കൽസിന്റെ സൈഡ് എഫക്ട് സ്കിൻ ഇറിറ്റേഷൻസ് ഇപ്പൊ കോമൺ ആണ്, ഭയങ്കര കോമൺ ആണ്. സ്കിന്നിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ആ ഒരു ഇത് പറയും കറക്റ്റ് പീരീഡ്സ് കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇത്രയും ഇഷ്യൂസ് അവർ ആ പാഡ് ചോദിക്കും, പാഡ് എത്ര പാഡ് മാറ്റി. അത് സ്കൂളിൽ പോയാലോ വർക്കിന് പോയാലോ ടൈം കിട്ടാറില്ല, പാഡ് മാറ്റാൻ ടൈം കിട്ടാറില്ല. അപ്പം അതിനേക്കാളും ബെറ്റർ ആണ് കപ്പാണെങ്കിൽ പാഡ് മാറ്റാൻ. ഇപ്പൊ ഒരാളുടെ കയ്യിൽ നിന്ന് പാഡ് വാങ്ങിക്കണോ അങ്ങനെയൊന്നും ഇല്ല. ആൻഡ് ഓൾസോ എമൗണ്ട് വെച്ച് നോക്കിയാലും ഒരു 2 മെൻസ്ട്രൽ ഇപ്പൊ ഒരു പാഡിന്റെ സെറ്റ് വാങ്ങുന്നതിന്റെ ഉള്ളത് മതി 2 മെൻസ്ട്രൽ കപ്പ് ഒന്ന് വാങ്ങി വെച്ച് സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. സോ എന്റെ ഇപ്പോ ആസ് ഗൈനക്കോളജിസ്റ്റ് നമ്മളിപ്പോ പ്രൊമോട്ട് ചെയ്യുന്നത് ഒന്നി യൂസ് ചെയ്യുക കോട്ടൺ പാഡ്സ് or like menstrual cup if you are ready to use it. താങ്ക് യു ഫോർ ദിസ് അമേസിംഗ് സെഷൻ മാം. എനിക്ക് പേഴ്സണലി ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നത് ഇപ്പം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുപോലെ റിലേറ്റബിൾ ആയിട്ടുള്ള ബാക്കിയുള്ളവർക്കും പല സ്ത്രീകൾക്കും ഇതിനോടകം തന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി കാണും തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ താങ്ക് യു മാം. ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി.